അന്തിക്കാടിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. പൂങ്കുന്നത്തും സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് ജനസാഗരം. സംസ്കാരം ശനിയാഴ്ച പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടുവളം. കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യ തുഷാരയെയും ഗുരുവായൂരിൽ കണ്ടെത്തി. പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയ ഇവരെ നടക്കാവ് പോലീസിന് കൈമാറി. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ഭക്തിസാന്ദ്രമായി. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ വൻ ഭക്തജനത്തിരക്ക്. ചാലക്കുടിയിൽ സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. മാള സ്വദേശി ജോർജാണ് മരിച്ചത്. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം സ്കൂട്ടറിനു പിന്നിൽ ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ മഞ്ചുളാൽ തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ചിറക് വിരിക്കും. ആൽത്തറയിൽ നിന്ന് ഗരുഡ പ്രതിമ നീക്കം ചെയ്യും. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക നഗരി. സിനിമാ ഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ സ്വരമാധുര്യമാക്കിയ അനശ്വര ഗായകൻ ഇനി ഓർമ്മയുടെ അഭ്രപാളിയിൽ. അമല ആശുപത്രിയിൽ നിന്നും രാവിലെ 9:30 നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഭൗതിക ശരീരം പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചത്. പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്കു കാണാൻ പൂങ്കുന്നത്തെ വസതിയിൽ ജനസാഗരം ഒഴുകിയെത്തി. 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച് ഭൗതിക ശരീരം രാവിലെ 10:55 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ്, മുൻ മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ, എസ് ശർമ്മ, MLA-മാരായ പി ബാലചന്ദ്രൻ, AC മൊയ്തീൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വി കെ ശ്രീകണ്ഠൻ MP, ചലച്ചിത്ര നടന്മാരായ ബാലചന്ദ്ര മേനോൻ, മനോജ് കെ ജയൻ, ജയരാജ് വാര്യർ, ചലച്ചിത്ര സംവിധായകരായ സത്യൻ അന്തിക്കാട്, കമൽ, സിബി മലയിൽ, രഞ്ജി പണിക്കർ, സംഗീത സംവിധായകരായ ശ്രീകുമാരൻ തമ്പി, വിദ്യാധരൻ മാസ്റ്റർ, ഔസേപ്പച്ചൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ്, ഗായകരായ സുധീപ്, അനൂപ് ശങ്കർ, സിത്താര തുടങ്ങിയവരും, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, മുൻ MP TN പ്രതാപൻ, ഷാഫി പറമ്പിൽ MP, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, മാറോഗിൻ കുര്യാക്കോസ് തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിയോടെ സംഗീത നാടക അക്കാദമിയിൽ നിന്ന് പൂങ്കുന്നത്തെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയി. ശനിയാഴ്ച രാവിലെ 8:30 ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് പറവൂരിലെ ചേന്നമംഗലത്തെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചതിരിഞ്ഞ് 3:30 തറവാട്ട് വളപ്പിൽ സംസ്കാരം നടക്കും. TCV ന്യൂസ്, തൃശൂർ. അന്തിക്കാടിന്റെ മണ്ണിലെത്തി വിപ്ലവഗാനം പാടിയ ചരിത്രമുണ്ട് അന്തിക്കാട്ടുകാർക്ക് ഭാവഗായകനെ ഓർക്കാൻ. 2022 ആഗസ്റ്റിൽ CPI ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ രക്തസാക്ഷി പൂക്കുന്നു ചോക്കുന്നു എന്ന ഗാനോപഹാരത്തിന് വേണ്ടി അന്തിക്കാടിന്റെ സമരചരിത്രത്തെക്കുറിച്ച് പാടാനായിരുന്നു അന്ന് പി ജയചന്ദ്രൻ അന്തിക്കാട്ടെത്തിയത്. മുൻ CPI നേതാവ് KP പ്രഭാകരന്റെ വസതിയിലായിരുന്നു റെക്കോർഡിംഗ്. അന്തിക്കാടിൻ സമരചരിത്രം അറിയാത്തവരുണ്ടോ? അന്തിച്ചോപ്പ് പരന്നതുപോലത് നെഞ്ചിനകത്തുണ്ടേ. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച ഗാനമാണ് അദ്ദേഹം അന്ന് പാടിയത്. മുൻമന്ത്രി VS സുനിൽകുമാറുമായുള്ള സൗഹൃദമായിരുന്നു ആ അപൂർവ സന്ദർശനത്തിനും റെക്കോർഡിങ്ങിനും വേദിയൊരുക്കിയത്. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഒരേയൊരു ഗാനമായിരുന്നു അത്. അണിചേർന്നെത്തി ധീരസഖാക്കൾ അരുമച്ചെങ്കൊടിയേന്തി TCV ന്യൂസ്, തൃശൂർ. കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യ തുഷാരയെയും ഗുരുവായൂരിൽ കണ്ടെത്തി.
പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയ ഇവരെ ടെമ്പിൾ പോലീസ് നടക്കാവ് പോലീസിന് കൈമാറി. ഇരുവരെയും ഉടൻ കോഴിക്കോടെത്തിച്ച് കോടതിയിൽ ഹാജരാക്കും. ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത ശേഷം രജിത് കുമാറിനെയും ഭാര്യ തുഷാരിയെയും കാണാതായെന്ന് കാണിച്ച് കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയത്. നടക്കാവ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. 20 വർഷമായി മാമിയുടെ ഡ്രൈവറായിരുന്നു രജിത്ത്. 2023 ഓഗസ്റ്റ് 21 മാമിയെ കാണാതാകുന്നതിന് മുമ്പ് അവസാനം സംസാരിച്ചവരിൽ ഒരാളും രജിത്തായിരുന്നു. ലോക്കൽ പോലീസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും നിലവിൽ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘവും മാമി തിരോധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം ചോദ്യം ചെയ്തതും രജിത് കുമാറിനെയായിരുന്നു. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിക്ക് വൻ ഭക്തജനത്തിരക്ക്. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നിർമ്മാല്യ ദർശനത്തോടെയാണ് സ്വർഗവാതിൽ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവത്ഗീത പാരായണം, സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം എന്നിവ നടന്നു. പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ 4 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ധന്വന്തരി സംഗീതോത്സവത്തിന് സമാപനമായി. പ്രസാദഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് ഗജവീരന്മാരോട് കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. ഏക്കമില്ലാതെ വഴിപാടായിട്ടാണ് ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത്. ഏകാദശി ദിനത്തിൽ ധന്വന്തരിയെ കാണാൻ ഗുരുവായൂരിൽ നിന്നും പ്രതീക്ഷ കൃഷ്ണ എത്തി. തനിക്ക് ജീവിതം തിരിച്ചു നൽകിയ ധന്വന്തരി ഭഗവാനെ നേരിട്ട് കാണാനാണ് ഗുരുവായൂർ സ്വദേശിയായ പ്രതീക്ഷ കൃഷ്ണ എത്തിയത്. 3 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ പ്രതീക്ഷ കൃഷ്ണയ്ക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട പ്രതീക്ഷ ആദ്യം എറണാകുളം അമൃത ആശുപത്രിയിലും ബംഗളൂരുവിലുള്ള ശ്രീ സത്യസായി ആശുപത്രിയിലുമാണ് ചികിത്സ നടത്തുന്നത്. ആദ്യം ആശുപത്രിക്കാർ കൈയൊഴിഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ ജീവൻ ഭഗവാനിൽ അർപ്പിക്കുകയായിരുന്നു. 2023 മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി, ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ പ്രതീക്ഷ ശ്രീകൃഷ്ണ വേഷത്തിൽ എത്താറുണ്ട്. ഇക്കൊല്ലം ആദ്യമായാണ് ധന്വന്തരി ക്ഷേത്രത്തിൽ എത്തുന്നത്. ധന്വന്തരി ഭഗവാൻ തന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് തനിക്ക് ജീവനോടെ ഇരിക്കുന്നതെന്ന് പ്രതീക്ഷ പറഞ്ഞു. ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു ഭഗവാനെ തൊഴാൻ. അപ്പോൾ 11 മണി വരെ അവിടെ തന്നെ ഗുരുവായൂർ തന്നെ നിന്നപ്പോൾ തലവേദന അങ്ങനെ കുറേ അസ്വസ്ഥതകൾ വന്നു. അപ്പോൾ ഇങ്ങോട്ട് വേഗം വന്നു. അതായത് കൃഷ്ണവേഷം ഭഗവാന് സമർപ്പണമാണ്. കൃഷ്ണ ജയന്തി, ഗുരുവായൂർ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, അങ്ങനെ പ്രത്യേക ദിവസങ്ങളൊക്കെ കൃഷ്ണവേഷം ഭഗവാന് സമർപ്പിക്കാമെന്ന് അപ്പോൾ നേർന്നതാണ്. അതായത് അച്ഛന് പറ്റിയിട്ട് ഇങ്ങനെ രോഗശമനത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ കൃഷ്ണവേഷം ഭഗവാന് സമർപ്പിക്കാമെന്ന് നേർന്നതാണ്. ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരിയായ പ്രതീക്ഷ പിതാവ് പ്രദീപ് കുമാറിനോടൊപ്പമാണ് ക്ഷേത്രത്തിലെത്തിയത്. മാതാവ് അനിതയും സഹോദരൻ കൃഷ്ണയും ബാംഗ്ലൂരിലാണ്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. മാള പഴൂക്കര മാതിരപ്പിള്ളി വീട്ടിൽ 73 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. പഴൂക്കരയിൽ നിന്നും ചാലക്കുടിയിലേക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൽ വന്നതായിരുന്നു ജോർജ്. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം ബ്രേക്കിട്ട സ്കൂട്ടറിന്റെ പിന്നിൽ ചരക്ക് ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ലോറിയുടെ ഇടയിൽപ്പെട്ട ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിസരവാസികൾ ഓടിക്കൂടി അപകടത്തിൽപ്പെട്ടയാളെ ഉടനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചളിങ്ങാട് ഒറ്റത്തൈ സെന്ററിന് സമീപം വലിയകത്ത് മുഹമ്മദ് അലിയുടെ മകൻ 28 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് 1.5 മാസമായി മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഗുരുവായൂർ മഞ്ചുളാൽ തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ചിറക് വിരിക്കും. ആൽത്തറയിൽ നിന്ന് ഗരുഡ പ്രതിമ നീക്കം ചെയ്തു. പുതിയ വെങ്കല പ്രതിമ സ്ഥാപിക്കാനും മഞ്ചുളാൽ തറ നവീകരിക്കാനുമായാണ് ഗരുഡ പ്രതിമ നീക്കം ചെയ്തത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കവചമൊരുക്കിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് പ്രതിമ മാറ്റിയത്. ലോറിയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിച്ച പ്രതിമ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മധ്യത്തിലായി പുൽത്തകടിയിൽ ഈ പ്രതിമ സ്ഥാപിക്കും. ശ്രീവത്സത്തിന് പുറത്ത് ഇടതുഭാഗത്തായാണ് പ്രതിമ സൂക്ഷിച്ചിട്ടുള്ളത്. സിമന്റ് തറ കെട്ടിയതിനു ശേഷം പ്രതിമ പുൽത്തകടിയിലേക്ക് മാറ്റും. 55 വർഷം മുൻപ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് മഞ്ചുളാൽ തറയിൽ കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് വെങ്കല പ്രതിമ നിർമ്മിച്ചത്. 8 അടി നീളവും 16 അടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ചുളാൽ തറ കരിങ്കൽ പാളി കൊണ്ട് ഉയർത്തിക്കെട്ടിയ ശേഷം മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തിലോ വെങ്കല പ്രതിമ സ്ഥാപിക്കും. പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി 1 കോടി രൂപയാണ് പ്രതിമ സ്ഥാപിക്കാനും മഞ്ചുളാൽ തറ നവീകരണത്തിനുമായി ചെലവിടുന്നത്. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രതിമ മാറ്റി സ്ഥാപിച്ചത്. നിരവധി പേരാണ് അപൂർവ മുഹൂർത്തം കാണാനെത്തിയത്. ഗരുഡ പ്രതിമയില്ലാത്ത മഞ്ചുളാൽ തറയുടെ ചിത്രം പകർത്താനും തിരക്കായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. മലയ്ക്കപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് ഭാഗികമായി തകർത്തു. കാർഷിക വിളകളും നശിപ്പിച്ചു. ജാർഖണ്ഡ് സ്വദേശി ചോട്ട് താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ആനക്കൂട്ടം തകർത്തത്. വീട്ടിൽ ആരുമില്ലായിരുന്നു. തെരുവിളക്കുകൾ ഇല്ലാത്തതിനാൽ ആനകൾ എത്തുമ്പോൾ തൊഴിലാളികൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. അളഗപ്പ നഗർ ഗ്രൌണ്ടിന് സമീപം തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ഗ്രൌണ്ടിന് സമീപത്തെ കാടുമൂടിയ സ്ഥലത്താണ് തീ പടർന്നത്. പുല്ലിലും അടിക്കാടുകൾക്കും തീ പടർന്നതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. കാറ്റിന്റെ ശക്തിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. ചുറ്റിലും വീടുകളുള്ള പ്രദേശത്താണ് തീ പടർന്നത്. നാട്ടുകാരും പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന അദാലത്ത് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ AB ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിവദാസൻ, PC ബിജു, MS സുനിത, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, RDO ഡോക്ടർ റിജിൽ, ചാലക്കുടി തഹസിൽദാർ ആൻഡോ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അന്തിയുറങ്ങുന്ന ഭൂമിക്ക് ഉടമകളാവുകയാണ് ഈ കുടുംബം. റവന്യൂ മന്ത്രി K രാജന്റെ ഇടപെടലിലൂടെയാണ് കുണ്ടൂർ വീട്ടിൽ പരേതയായ അമ്മിണി, സഹോദരി പത്മാവതി എന്നിവരുടെ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ തെക്കേനടയിലെ 2 സെന്റ് ഭൂമിയിലെ വീട്ടിലാണ് 4 തലമുറകളായി ഇവർ താമസിക്കുന്നത്. ഭൂമി പതിച്ചു നൽകാൻ 2008 ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പുനാടയിൽ കുരുങ്ങി നടപടി 1.5 പതിറ്റാണ്ട് വൈകി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി പ്രശ്നം പരിഹരിക്കാമെന്ന കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. തുടർന്ന് കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു.
നടപടികൾ പൂർത്തീകരിച്ച് വില്ലേജ് ഓഫീസർ KG ബൈജു കുടുംബത്തിന് പട്ടയരേഖ കൈമാറി. കരിക്കാട് കൊങ്ങണൂർ റോഡിൽ മോഷണം നടന്ന പൂട്ടിക്കിടന്ന വീട്ടിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരായ KN ജിനി, KP ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. 3 മണിക്കൂർ നീണ്ട പരിശോധനയിൽ 20ഓളം വിരലടയാളങ്ങൾ ശേഖരിച്ചു. ഏതാനും നാളായി വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ബാവയുടെ ഭാര്യ സഫിയ വീടിന് സമീപത്തെ സഹോദരന്റെ വീട്ടിൽ പോയ ദിവസമാണ് മോഷണം നടന്നത്. പട്ടികജാതി യുവാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾക്ക് 4 വർഷവും 3 മാസവും തടവും 7500 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട ആസാദ് റോഡ് നിവാസികളായ കിട്ടത്ത് വീട്ടിൽ പ്രിൻസ്, കോലോത്ത് വീട്ടിൽ അക്ഷയ്, ഇളയടത്ത് വീട്ടിൽ അർജുൻ, ഇളയടത്ത് വീട്ടിൽ അഖിൽ, ഇളയടത്ത് വീട്ടിൽ അജീഷ്, വെള്ളാഞ്ചിറ അച്ചാണ്ടി വീട്ടിൽ രായത്ത് എന്നിവരെയാണ് വിവിധ വകുപ്പുകളിലായി തൃശൂർ SC/ST കേസുകൾക്കുള്ള പ്രത്യേക കോടതി ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 5 മാസവും 10 ദിവസവും അധിക തടവും അനുഭവിക്കേണ്ടിവരും. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. മുത്രത്തിക്കര സ്വദേശി കുന്നത്ത് വീട്ടിൽ അനൂപിനെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ MK കൃഷ്ണൻ കോടതിയിൽ ഹാജരായി. വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുകൂടി പുല്ലാനിക്കാട് മംഗലം വഴി പുന്നംപറമ്പ് പോകുന്ന റോഡിന്റെ നവീകരണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നിർവഹിച്ചു. 5.26 കിലോമീറ്റർ റോഡാണ് BMBC നിലവാരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 1ാം ഘട്ട പ്രവൃത്തികൾക്ക് 5.53 കോടി രൂപയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ MLA സേവ്യർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. MLA AC മൊയ്തീൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു. MLA ശ്രീ AC മൊയ്തീന്റെയും ഇവിടുത്തെ MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളിയുടെയും ഇടപെടലാണ് ഈ റോഡ് BMNBC നിലവാരത്തിൽ നവീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണം ഈ റോഡിനരികിൽ താമസിക്കുന്ന മുൻ മന്ത്രി കൂടിയായ MLA ശ്രീ AC മൊയ്തീന്റെയും ഇവിടുത്തെ MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളിയുടെയും ഇടപെടലാണ്. പ്രവേശനം തടസ്സപ്പെടുത്തിയിരുന്ന പാവർട്ടി ബസ് സ്റ്റാൻഡിലേക്ക് രാത്രി വാഹനങ്ങൾ പ്രവേശിപ്പിച്ചതായി പരാതി. ബസ് സ്റ്റാൻഡ് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് പ്രവേശനം തടസ്സപ്പെടുത്തിയിരുന്നത്. പകൽ ഓട്ടം കഴിഞ്ഞ രാത്രി സമയത്ത് പാവർട്ടി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകളാണ് തടസ്സങ്ങൾ മാറ്റി സ്റ്റാൻഡിൽ പ്രവേശിച്ചത്. പകൽ സമയത്ത് ബസ് സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ വാഹനങ്ങളുടെ പ്രവേശനം വിലക്കി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ അനുമതിയില്ലാതെ നീക്കം ചെയ്തതായാണ് പരാതി. ബസ് സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വാഹനം കയറ്റിയതിനെ ചൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, ബാബു ആന്റണി എന്നിവർ ബസ് ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരുമായി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ വിശദീകരണം. ഇവിടെ ഈ ബ്ലോക്ക് നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ ഈ ബ്ലോക്ക് കാണുന്നില്ല. ഒരാള് ചീരന്റെ പേരിലാണ് ബാക്കിയുള്ളവരൊക്കെ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റില്ല. അത് പ്രധാനപ്പെട്ട ആളുകൾക്കും പത്രങ്ങളിലൊക്കെ വാർത്ത കൊടുക്കുന്നതാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഇതിന്റെ മെത്തേഡ് തൊട്ടാ ആ സാധനം തന്റെ വാർഡിലെ റോഡിന് അനുവദിച്ച ഫണ്ട് മാറ്റിക്കൊടുത്തുവെന്നാരോപിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളമുണ്ടാക്കിയ ഭരണപക്ഷ അംഗം വത്സൻ ചമ്പക്കരയെ ചാലക്കുടി നഗരസഭാ കൌൺസിലിൽ നിന്നും ചെയർമാൻ സസ്പെൻഡ് ചെയ്തു. ഗുരുതരമായ അച്ചടക്ക ലംഘനം തുടരുന്ന സാഹചര്യത്തിൽ വത്സൻ ചമ്പക്കരയിൽ നിന്നും വിശദീകരണം തേടുന്നതിന് കത്ത് നൽകാൻ പിന്നീട് നടന്ന UDF കൌൺസിലർമാരുടെ യോഗം തീരുമാനിച്ചു. ഉചിതമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ 3ാം വാർഡ് കൌൺസിലറെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നതിന് നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്ന് ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും പോട്ട വാർഡിലെ റോഡ് പ്രശ്നവുമായി വത്സൻ ചമ്പക്കര രംഗത്തെത്തിയത് കൌൺസിലിന് തൊട്ടുമുമ്പ് നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഇത് സംബന്ധിച്ച് വലിയ വാഗ്വാദങ്ങളും അരങ്ങേറിയിരുന്നു. വിഷയം കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. എന്നാൽ ഇതിന് വിരുദ്ധമായി കൌൺസിലിൽ വത്സൻ ചമ്പക്കര പ്രവർത്തിച്ചതാണ് ചെയർമാനെ ചൊടിപ്പിച്ചത്.
കടപ്പുറം പഞ്ചായത്ത് തൊട്ടാപ്പ് ബീച്ചിൽ നടത്തുന്ന കടപ്പുറം ഫെസ്റ്റ് തീരോത്സവം ശനിയാഴ്ച ആരംഭിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ശനിയാഴ്ച രാവിലെ 7-ന് കൂട്ടയോട്ടത്തോടെ തുടക്കം കുറിക്കും. സംഘാടക സമിതി ചെയർമാൻ സാലിഹ ഷൌക്കത്ത് കൊടിയുയർത്തും. വൈകിട്ട് 4-ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും. 20-ന് രാത്രി 10-ന് വർണ്ണമഴയോടെ തീരോത്സവം സമാപിക്കും. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, പഞ്ചായത്ത് സെക്രട്ടറി PS നിയാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആർത്താറ്റ് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. ആർത്താറ്റ് സ്വദേശി മണി, കാണിപ്പയ്യൂർ സ്വദേശി ഷിബു എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. മണിയുടെ പറമ്പിന്റെ സർവേക്കെത്തിയതായിരുന്നു ഷിബു. പക്ഷികൾ വന്നിരുന്നതിനെ തുടർന്ന് സമീപത്തെ മരത്തിലെ കടന്നൽ കൂട് ഇളകിയാണ് ഇരുവരെയും കുത്തിയത്. സമീപത്തെ തോട്ടിലേക്ക് എടുത്തു ചാടിയാണ് ഷിബു രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും കടന്നൽ കൂട് എടുത്തു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഏതാനും ദിവസം മുൻപ് പഴഞ്ഞി മങ്ങാട് കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചിരുന്നു. മിനി ലോറിയിലിടിച്ച് നിർത്താതെ പോയ ഇതര സംസ്ഥാന ലോറിയെ പിന്തുടർന്ന് പിടികൂടി ഹൈവേ പോലീസ് പെട്രോളിംഗ് ടീം. ഹൈവേ പോലീസ് ഇൻചാർജ് SI പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെറുതുരുത്തി പെരിന്തൽമണ്ണ പോലീസിന്റെ സഹായത്തോടെ വാഹനം കണ്ടെത്തിയത്. വാഹനം വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 2:30യോടെയാണ് മുള്ളൂർക്കര സെന്ററിൽ വെച്ച് ഗുജറാത്ത് രജിസ്ട്രേഷനുള്ള ടാങ്കർ ലോറി മിനി ലോറിയിൽ ഇടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ടാങ്കർ ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. മുന്നിലെ ടാങ്കർ നിയന്ത്രണമില്ലാതെ പോകുന്നത് കണ്ട് പിന്നാലെ വന്ന മിനി ലോറി ഓവർടേക്ക് ചെയ്ത് ഡ്രൈവറോട് കാര്യം പറയാൻ ശ്രമിക്കുന്നതിനിടെ വലത്തോട്ട് നിയന്ത്രണം തെറ്റിയിടിച്ച് മുൻവശത്തെ ക്യാബിൻ വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഹൈവേ പെട്രോളിംഗ് ടീം ചെറുതുരുത്തി വരെ പിന്തുടർന്ന് അന്വേഷിച്ചു പോയെങ്കിലും ലോറി കണ്ടെത്താനായില്ല. സംഭവസമയം പുറകിലുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസ്സിലെ കണ്ടക്ടർ പട്ടാമ്പി ഭാഗത്ത് വെച്ച് വീണ്ടും ഈ ടാങ്കർ കണ്ട് നമ്പർ ഹൈവേ പോലീസിന് കൈമാറി. വാഹന നമ്പർ വെച്ച് RC ഓണറെ ഫോണിൽ ബന്ധപ്പെട്ട് ഡ്രൈവറുടെ ഫോൺ നമ്പർ ലഭിച്ചു. പിന്നീട് പെരിന്തൽമണ്ണ ചെറുതുരുത്തി പോലീസിന്റെ സഹായത്തോടെ വാഹനം കണ്ടെത്തി തിരികെ വടക്കാഞ്ചേരിയിൽ എത്തിക്കുകയായിരുന്നു. അപകടത്തിൽ മിനി ലോറിക്ക് ഗുരുതര കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഡ്രൈവറും സഹായിയും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഹൈവേ പോലീസ് ടീമിൽ CPOമാരായ രമേശ്, സന്ദീപ്, ശ്യാം എന്നിവരുമുണ്ടായിരുന്നു. ഉത്സവാഘോഷങ്ങളിൽ ക്ഷേത്രമൈതാനത്തെത്തുന്ന തിറയും ഭൂതവും കാണികൾക്ക് ആകർഷണം നൽകുന്ന കാഴ്ചയാണ്. ക്ഷേത്രോത്സവത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും ഉൾക്കൊള്ളിച്ച് തിറക്കിരീടം നിർമ്മിക്കുന്ന ജില്ലയിലെ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് നടുവിൽപ്പാട്ട് സുരേന്ദ്രൻ. ആചാരങ്ങളും പഴമയും ഒട്ടും നഷ്ടപ്പെടാതെ മിഴിവോടെയുള്ള കിരീടങ്ങളാണ് ശില്പി കാട്ടാക്കമ്പൽ നടുവിൽപ്പാട്ട് സുരേന്ദ്രന്റെ കരവിരുതിൽ പൂർത്തിയാക്കിയത്. തിറയാഘോഷങ്ങൾ നടത്തുന്ന ചിറക്കൽ സജീവന് വേണ്ടിയാണ് വ്യത്യസ്തമായ കിരീടങ്ങൾ സുരേന്ദ്രൻ നിർമ്മിച്ചത്. വരിക്കപ്ലാവിന്റെ കാതലിലാണ് നിർമ്മാണം. പ്രധാന പലകയിൽ വ്യാളി രൂപവും മുകളിൽ ഭഗവതിയും ചുറ്റിലും ഉത്സവാഘോഷങ്ങളുടെ ആന എഴുന്നള്ളിപ്പ്, വാദ്യമേളങ്ങൾ തുടങ്ങിയവയും കൊത്തിയിട്ടുള്ള പലകകൾ ചൂരൽ കൊണ്ടാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതിൻ്റെ പണിക്കാർ കുറച്ച് കുറവാണ്. നമ്മുടെ അറിവിൽ ഈ പണി ചെയ്യുന്ന ആൾക്കാരില്ല. പിന്നെ ചെറിയ പാലക്കാട് ഏരിയ ആ ജില്ലയിലാണ് കൂടുതൽ. പാലക്കാട്, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ കൂടുതൽ ഈ തിറ തെയ്യം കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ആനയ്ക്കായിരുന്നു പ്രാധാന്യം. ഇപ്പോൾ ഉത്സവങ്ങൾക്ക് തിറ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറി. പഴയകാല കിരീടങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമായി രൂപങ്ങൾ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് 1.5 മാസം എടുത്തുവെന്ന് സുരേന്ദ്രൻ പറയുന്നു. സുരേന്ദ്രൻ മുൻപ് ഒറ്റത്തടിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം കൊത്തിയെടുത്തത് ശ്രദ്ധേയമായിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. സാമ്പത്തികമായി ഞെക്കിഞ്ഞെരുക്കുന്ന കേന്ദ്ര നയത്തെ കേരളം ജനകീയ പ്രതിരോധത്തിലൂടെ നേരിടുകയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. സ്ത്രീകളുടെ തൊഴിലവസരങ്ങളടക്കം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. KSTA ജില്ലാ വനിതാ സെമിനാർ കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സെമിനാറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ PC CG അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ, KSTA സംസ്ഥാന സെക്രട്ടറി AK ബീന, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK
ഗിരിജ, സംഘാടക സമിതി ചെയർമാൻ മുസ്താഖ് അലി, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടന പ്രൈവറ്റ് മേഖലയിൽ, എയ്ഡഡ് മേഖലയിൽ വളർന്നു. അത് KPTU ആയി. അതുപോലെ ഗവൺമെൻറ് മേഖലയിലും KGPTA, KGTA എന്നൊക്കെ പറയുന്ന സംഘടനകളായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് സർക്കാരാണ് എല്ലാവർക്കും ശമ്പളം തരുന്നത്. പിന്നെ എന്തിനാണ് രണ്ട് സംഘടന? അത് എയ്ഡഡ് സ്കൂളായാലും സർക്കാർ സ്കൂളായാലും എല്ലാവർക്കും റൂൾസ് ഒരുപോലെ ബാധകമാണ്. ഒരു വ്യത്യാസവും എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റിൽ എന്തിനാണ് അധ്യാപകർക്ക് രണ്ട് സംഘടന? ഒരേ വീക്ഷണത്തോടുകൂടി പോകുന്നവരെ ഒന്നിച്ചാക്കുക എന്നുള്ളതല്ലേ നല്ലത് എന്നുള്ളത് അന്നത്തെ കാലത്ത് ശിവദാസ മേനോൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, അന്തരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ശിവദാസ മേനോൻ ഉൾപ്പെടെയുള്ളവർ ആലോചിച്ച് നേതൃത്വം കൊടുത്ത് അന്ന് എടുത്തിട്ടുള്ളതാണ് KSTA. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി. തന്ത്രി അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങഴിശ്ശേരി ഇല്ലത്ത് പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് മേളപ്രതിഭ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി. 13 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. കൊമ്പൻ തിരുവാണിക്കാവ് രാജഗോപാലൻ ഭഗവതിയുടെ തിടമ്പേറ്റി. 8 ദേശങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷ ചടങ്ങുകൾ. ക്ഷേത്രസമിതി ഭാരവാഹികളായ കൊച്ചുണ്ണി A. കർത്ത, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ഷനോജ് വെട്ടിയാട്ടിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്ഷീരഗ്രാമം പദ്ധതിയുടെ ചേർപ്പ് ബ്ലോക്ക് തല ഉദ്ഘാടനം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, ചേർപ്പ് സീനിയർ ക്ഷീരവികസന ഓഫീസർ സെറിൻ P. ജോർജ്, കേരള ഫീഡ്സ് ചെയർമാൻ K. ശ്രീകുമാർ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ, വല്ലച്ചിറ പഞ്ചായത്ത് വെറ്റിനറി സർജൻ ഡോക്ടർ KT ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. അനുമോദന ചടങ്ങിൽ ഓർത്തഡോക്സ് സഭയുടെ മദ്രാസ് ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ പീലക്സിനോസ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ കുട്ടികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ്, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ C. ഷേബ ജോർജ്, ബദനി സെന്റ് മേരീസ് നഴ്സറി ഹെഡ്മിസ്ട്രസ് റീന ഡേവിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വിഭാഗത്തിൽ 2 മത്സരങ്ങൾ ഉറുദു പദ്യം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സമ്മാനങ്ങളാണ്. ആ കലയെ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾക്കായി കൊടകരയിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ JRC കോർഡിനേറ്റർ പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടകര ഡോൺ ബോസ്കോ HS പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത, ജില്ലാ കോർഡിനേറ്റർ TA ട്വിൻസി, PD ബൈജു, നിത ജോസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും സൈബർ സെക്യൂരിറ്റിയും എന്ന വിഷയത്തിൽ സൈബർ സെൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ C. സുജിത്ത്, റോഡ് സുരക്ഷയും പ്രാഥമിക ചികിത്സയും എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിയോ J. വാഴപ്പള്ളി എന്നിവർ ക്ലാസ് നയിച്ചു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുള്ളാഹി കാർന്നോരുപ്പാപ്പയുടെ 142ാം ആണ്ട് നേർച്ചയുടെ വിളംബര കൊടിയേറ്റം നടത്തി. ജുമുഅ നമസ്കാരത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഖാദർ കാട്ടിലപ്പീടികയിൽ കൊടിയേറ്റം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി വെൺമേനാട് പ്രാർത്ഥന നിർവഹിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് ആണ്ട് നേർച്ച. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു.
തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷനായിരുന്നു. ജിഒ കെ മാത്യു, മോഹൻദാസ് KS, സൈമൺ തെക്കത്ത്, ഫാദർ ജോബിഷ് പാണ്ഡിയ മൈക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചുമല്ല. പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവൻ മുഖേന വിതരണം നടത്തുന്ന HDPE പോട്ട് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സെക്കൻഡറി പാലിയേറ്റീവ് സംഗമവും പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റുകളുടെയും കൊളോസ്റ്റമി ബാഗുകളുടെയും വിതരണവും നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TK ചന്ദ്രബാബു, ശോഭന രവി, വിനീത മോഹൻദാസ്, MS മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൗസ ഉഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. അത് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള ജില്ലാ പഞ്ചായത്തായാലും ഏകാലത്ത് ഗ്രാമപഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതിന്റെ ചുമതലകൾ റോഡുണ്ടാക്കുക. തെക്കുംകര പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെ ശല്യം ചെയ്യുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ മകരക്കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിരുപ്പാക്ക, മണലിപ്പാടം പാടശേഖരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പന്നിശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരുന്നു. കാട്ടുപന്നികളെ പേടിച്ച് രാത്രിയിൽ കൃഷിക്ക് കാവലിരിക്കുന്ന അവസ്ഥയിലാണ് നെൽകർഷകർ. പാട്ടക്കൊട്ടി ശബ്ദം വെച്ചും പടക്കം പൊട്ടിച്ചും പ്രതിരോധ ശ്രമങ്ങൾ തുടരുമ്പോഴും പന്നികൾ കൃഷി നശിപ്പിക്കുന്നത് നിർബാധം തുടരുകയാണ്. ഇതേ തുടർന്നാണ് വിരുപ്പാക്ക മണലിപ്പാടത്തിന് പുറമെ പുന്നംപറമ്പ്, തെക്കുംകര, മേപ്പാടം, അമ്പലപ്പാട്, മലാകം, കല്ലംപാറ, വെസ്റ്റ് പാടശേഖരം, മലാക്ക എന്നീ പാടശേഖരങ്ങളിലാണ് ഷൂട്ടർമാർ എത്തുന്നത്. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ പന്നികളെ വെടിവെച്ചു കൊല്ലും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ വനിതാ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സൌമ്യ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, അംഗങ്ങളായ TK പത്മനാഭൻ, പ്രിനില ഗിരീശൻ, KV നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ പെരുന്നാളിനോടനുബന്ധിച്ച് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് നിർവഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. 3 പന്തലുകളും ദേവാലയവുമാണ് തിരുനാളിനോടനുബന്ധിച്ച് ദീപാലങ്കാരമായി ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് ഫ്യൂഷൻ മ്യൂസിക് ഷോ അരങ്ങേറി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് പ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3313 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. പൂങ്കുന്നത്തും സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ജനസാഗരം. സംസ്കാരം ശനിയാഴ്ച പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടുവളപ്പിൽ.
കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യ തുഷാരയെയും ഗുരുവായൂരിൽ കണ്ടെത്തി. പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയ ഇവരെ നടക്കാവ് പോലീസിന് കൈമാറി. നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ ഏകാദശി ഭക്തിസാന്ദ്രമായി. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. ചാലക്കുടിയിൽ സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. മാള സ്വദേശി ജോർജാണ് മരിച്ചത്. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം സ്കൂട്ടറിന് പിന്നിൽ ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ മഞ്ജുളാൽത്തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ചിറക് വിരിക്കും. ആൽത്തറയിൽ നിന്ന് ഗരുഡ പ്രതിമ നീക്കം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.